സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ എങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രം, അതായത് ഉപ്പോ പുളിയുടെ അംശം ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള കൊഴുപ്പ് കൂടി പാലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിന് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഒഴിച്ചേക്കണത്. അപ്പോൾ കൂടുതൽ നമുക്ക് പാല് സൈഡിൽ അടിയിലൊന്നും പിടിക്കാതെ കൊണ്ട് കിട്ടും. ഇനി ഈ പാലിന് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതായത് വറ്റിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ 5 ഗ്ലാസ് പാലാണ് ഒഴിച്ചേക്കുന്നത്. അതിൻ്റെ അകത്തുനിന്നൊരു 1/4 ഗ്ലാസിൻ്റെ അടുത്ത് വരെ നമ്മൾ ഇതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ ഏറ്റവും നല്ലത്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാല് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് അതിന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരു സ്പാറ്റില കൊണ്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതിന് പാട കെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്ത പാല് കണ്ടോ തിളച്ച് ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് വരെ വന്നു. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് കേട്ടോ. ഇനി ഞാനത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാണ്. അതിനുശേഷം ഇതുപോലെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി നമ്മളുടെ പാലിൻ്റെ ഏതാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാല് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്താലും നമ്മൾ നമ്മുടെ സ്പാറ്റില കൊണ്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഈ പാല് ഞാനൊരു സ്റ്റീലിൻ്റെ കലത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ആ പാത്രത്തിന് നോർമൽ വെള്ളം പിടിച്ച് വേറൊരു വലിയ പാത്രത്തിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ വെച്ച് കൊടുത്താലും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതെന്തിനാ ഇങ്ങനെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പാട കെട്ടാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും. ഇങ്ങനെ ഇളക്കി നമ്മളുടെ പാലിന് ഒരു ചെറിയ ചൂടുള്ള സമയത്ത് നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒഴിക്കണ സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ. കാരണം പഴകിയതൊന്നും ഒഴിക്കരുത്. നല്ല മോര് വേണം ഒഴിച്ചു കൊടുക്കാൻ, നല്ല പുളിയുള്ള. എൻ്റെ കയ്യിൽ നല്ല പുളിയുള്ള നാടൻ തൈര് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ ഒഴിച്ചു കൊടുത്ത തൈര് നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. സണ്ണിലോയുടെ പാരൻസ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഈ പാലിൻ്റെ പാത്രം ഒരു കുക്കറിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതായത് ഈ കലം ഇരിക്കാൻ പാകത്തിനുള്ള ഒരു കുക്കറിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് ആദ്യം നമ്മുടെ പാലൊഴിച്ച പാത്രം ഒരു ചെറിയ ലിഡ് വെച്ച് മൂടുക. അതിനുശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് അടയ്ക്കുക. ഈ കുക്കറിൻ്റെ അകത്ത് വെള്ളമോ ബാക്കി ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇത് എയർ ടൈറ്റ് ആയിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ 12 അവേഴ്സാണ് ഇങ്ങനെ വെക്കണത്. ഇപ്പോൾ രാത്രി 8 മണിക്ക് ഞാൻ വെച്ചിട്ട് രാവിലെ 8 മണിക്കോ 9 മണിക്കോ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ കലത്തിൽ നല്ല കട്ട തൈരാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് കണ്ടോ, ഇതേപോലെ നല്ല കട്ട തൈര് കിട്ടും നമുക്ക്. ഇതുപോലെയുള്ള തൈരാണ് നമ്മുടെ വയറിലെ അസുഖങ്ങളൊക്കെ മാറാനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനും കഴിവുള്ളതാണിത്. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കട്ടി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാച്ചണ പാലിൻ്റെ അകത്തേക്ക് 4, 5, 6 നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മിൽക്ക് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കട്ട പോലെയുള്ള തൈര് കിട്ടും. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരിനൊക്കെ നല്ല കട്ടിയല്ലേ. ഇതൊന്നും പാലും കൊണ്ടല്ല കേട്ടോ ചെയ്യണത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇത് കൗ മിൽക്കിൽ നിന്നല്ല ഇത് ചെയ്യണത്. ഇത് തികച്ചും പാൽപ്പൊടി കലക്കിയതിന് ശേഷം കെമിക്കൽ ഒഴിച്ചിട്ടാണ് ഈ തൈരുണ്ടാക്കുന്നത്. അതിന് ഗുണമില്ല ദോഷമില്ല. ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ വീട്ടിലുണ്ടാക്കണതിന് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതുപോലെ ഒന്ന് പാൽ ഒഴിച്ച് തൈരുണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ. ഉണ്ടാക്കിയാൽ മാത്രം പോരാട്ടോ, അത് ഉണ്ടാക്കിയിട്ട് ശരിയായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി എന്താ, അടുത്ത നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.